ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ടാക്കാവുന്ന മട്ടൻ ബിരിയാണിയാണ്. എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ഞാനതിന് വേണ്ടി 10-25 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 50 ഗ്രാം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക് കൂടെ എടുത്ത് നല്ലവണ്ണം ഒന്ന് ഒരു മിക്സിയിലിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഞാൻ അതിന് ശേഷം ഒരു 2 കിലോ മട്ടൻ ബിരിയാണി കട്ട് വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു കടായി എടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 5-6 സവാള കട്ടി കുറഞ്ഞെടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. എന്നിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് നിരത്തി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് മട്ടൺ ഇട്ടിട്ട് അതിൽ ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകത്തിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറുവപ്പട്ട ഒരു 4-5 ചെറിയ പീസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2 തക്കോലം, പിന്നെ ഗ്രാമ്പൂ ഒരു 6-7 ഗ്രാമ്പൂ, സാജീരവും നമ്മുടെ ചെറിയ ജീരകവും ഒരു 1/4 ടീസ്പൂൺ അതിട്ട് കൊടുക്കുക. ഒരു 5-6 ഏലക്ക അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3 ചെറിയ സവാള, വലിയ സവാള 3 ചെറിയ തക്കാളി, വലുതാണെങ്കിൽ 2 മതി. എന്നിട്ട് ഒരു 150 അല്ലെങ്കിൽ 200 ഗ്രാം 150 ഗ്രാം നമ്മൾ കട്ടിത്തൈര്, അധികം പുളിയില്ലാത്തത്, അതിട്ട് കൊടുക്കുക. എന്നിട്ടൊരു നാരങ്ങയുടെ നീരും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയുടെ നമുക്കിട്ട് കൊടുക്കുക. എന്നിട്ട് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. ഈ മസാലയും മല്ലിയിലയും അതിൻ്റെയൊക്കെ മണം, അതുപോലെ മസാലയൊക്കെ നമ്മൾ മട്ടനെ നല്ലവണ്ണം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി നല്ലവണ്ണം ഒന്ന് പുരട്ടി എല്ലായിടും ഒന്ന്, എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി വെക്കുക. 1 മണിക്കൂർ നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. എന്നിട്ട് നമുക്കൊരല്പം എണ്ണ എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഗ്രാമ്പും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഈ ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ടൊരു അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്ത്, വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം 1 കിലോ സവാള അതും നല്ല കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്ത് നമ്മൾ അതുമിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. അല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിൽ നാരങ്ങ നീര്, ഒരു 5-6 പച്ചമുളക്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, തക്കോലം ഇതെല്ലാം അതിലും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 3-4 ബേ ലീഫ് കൂടെ ഇട്ട് കൊടുക്കുക. വെള്ളം നമുക്ക് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമ്മളൊരു ആവശ്യത്തിന് ഒരു 5-6 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം ഒന്നാക്കി വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ടേസ്റ്റ്. അപ്പോഴത്തേക്ക് 2 കിലോ അരി നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ അത് കുതിർന്നതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരി നമ്മുടെ വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൺ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴന്നു വന്ന സവാളയിലേക്കിട്ട് ഇളക്കുക. അതിലേക്കൊരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ അടച്ച് ഒരു ചെറിയ തീയിൽ അരമണിക്കൂർ നമ്മളിത് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ അരി വെന്തിട്ടുണ്ട്. അതൊരു 75-80% വേവായിട്ടുണ്ട്. അരി നമുക്ക് ഊറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ടൊരു സ്റ്റൗ കത്തിച്ച് തവ അടുപ്പ് വെച്ചിട്ട് ആ തവയുടെ പുറത്ത് നമ്മുടെ മട്ടൺ എടുത്ത് വെക്കുക. ആ പാത്രത്തിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് കുറേശ്ശെ ഇട്ട് അതൊന്ന് നിരത്തി ഇടുക. എന്നിട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 1 കപ്പ് പാലിനകത്ത് കുറച്ച് മഞ്ഞൾ ചേർത്ത് നമ്മളൊന്ന്
അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. പുതിന മല്ലിയില ഇട്ട് കൊടുക്കുക. നമ്മൾ മഞ്ഞൾ ഒരു കളറിന് വേണ്ടിയാണ് പാലൊഴിക്കുന്നത്, നല്ല ടേസ്റ്റ് കിട്ടും. അതിന് ശേഷം അണ്ടിപ്പരിപ്പും നമ്മുടെ സവാളയും കൂടെ ഫ്രൈ ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് അല്പം വെയിറ്റ് കൂടി വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് നല്ല തീയിലും ഒരു 15 മിനിറ്റ് ഏറ്റവും ചെറിയ മിനിമം തീയിലും ഇട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കുക. അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ മോളിൽ നിന്നുള്ള റൈസ് എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അടിയിൽ നമ്മൾ നമ്മുടെ മട്ടനും മസാലയും കൂടെ എടുക്കുക. നല്ല ടെൻഡറായിട്ടുള്ള മട്ടൻ വെന്ത് റെഡിയായിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് സെർവ് ചെയ്യുക. നല്ല ചൂടോടെ നല്ല മട്ടൻ ബിരിയാണി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി മട്ടൻ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. എല്ലാവരും ഇത് കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ നല്ല സലാഡും പപ്പടവും അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞങ്ങളുടെ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. താങ്ക് യു വെരി മച്ച്.